വെൽക്കം ടു മൈ ചാനൽ ടു സ്പീക്ക് ആൻഡ് ട്രീ. കൊറിന്ത്യൻസ് എന്ന ഈ ഒരു ലേഖനത്തെ പറ്റി കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതേ തുടർന്ന് ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫാദർ ജസ്റ്റിൻ കുഞ്ഞൂത്തില നമുക്ക് കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് ആഴത്തിൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ ഡീറ്റെയിൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് എന്ന ഈ ഒരു അധ്യായത്തെ കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രാചീന ഗ്രീസിലെ ഒരു പ്രമുഖ തുറമുഖ നഗരമായിരുന്നു കൊറിന്തോസ്. പെലപെനോസസ് എന്ന ഉപദ്വീപിനെ ഗ്രീസ് ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കായതിനാൽ ഭൂമിശാസ്ത്രപരമായി തന്നെ ഏറെ പ്രാധാന്യം കൊറിന്തോസ് നേടി. പുരാതന കാലങ്ങളിൽ കച്ചവട കപ്പലുകൾ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധി വൻ കടൽത്തിരകളിൽപ്പെട്ട് തീരത്തോടടുക്കുമ്പോൾ കപ്പൽ ഇടിച്ചു തകരുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെ പ്രകൃതി തന്നെ കൊടുങ്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകിയതിനാൽ ചെറു കപ്പലുകൾക്കും തീരത്തോടടുക്കാൻ സാധിച്ചു. ഇതുമൂലം ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും സമുദ്രസഞ്ചാരികളും കച്ചവടക്കാരും സൈനികരും ഇവിടേക്ക് കടന്നുവരാൻ തുടങ്ങി. ഗ്രീസിലെ 2 പ്രധാന തുറമുഖങ്ങൾ ഈ പ്രദേശത്ത് രൂപപ്പെട്ടു. കച്ചവട കപ്പലുകൾ കരയോടടുക്കുന്നതിന് ഏർപ്പെടുത്തിയ നികുതി ആ നാടിന്റെ സമ്പദ്ഘടനയിൽ മാറ്റം വരുത്തി. കൊറിന്തോസ് പ്രാചീന കാലത്തെ ഒരു കോസ്മോപൊളിറ്റൻ നഗരമായി മാറി. ക്ലാസിക് ഗ്രീക്ക് കാലഘട്ടത്തിൽ ഏഥൻസിനോടും സ്പാർട്ടയോടും കിടപിടിച്ച ഒരു നഗരമായി കൊറിന്തോസ്. അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട മൺപാത്രാവശിഷ്ടങ്ങൾ ആ നാടിന്റെ അഭിവൃദ്ധിയുടെയും കലാമികവിന്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രതീകമാണ്. പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്ത മറ്റൊരു വസ്തു കൊറിന്ത്യൻ ഹെൽമെറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പടത്തൊപ്പിയാണ്. വെങ്കലത്തിന്റെ ഒറ്റപ്പാളിയിൽ നിർമ്മിക്കപ്പെട്ടതാണത്. എങ്ങനെയാണ് അവർക്കത് നിർമ്മിക്കാൻ സാധിച്ചതെന്ന് ഇന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഗ്രീക്ക് ദേവതയായ അഫ്രഡിറ്റിക്ക് വേണ്ടിയുള്ള ക്ഷേത്രം പണിതുയർത്തപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അതോടൊപ്പം കൊറിന്തോസ് അസന്മാർഗികതയുടെ ഇടമായി മാറുകയായിരുന്നു. വിഗ്രഹാരാധനയോടൊപ്പം അധാർമിക പ്രവൃത്തികളും വളർന്ന ഈ സമൂഹത്തെക്കുറിച്ച് മുൻകരുതലുകൾ എടുക്കണമെന്ന മുന്നറിയിപ്പുകൾ വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭാ സമൂഹത്തിന് നൽകുന്നതിന്റെ പ്രാധാന്യം ഈ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഡോറിക് മാതൃകയനുസരിച്ച് കൊറിന്തോസിൽ രൂപപ്പെട്ട ശില്പകലാ രീതിയിൽ ചിട്ടപ്പെടുത്തിയ അപ്പോളോയ്ക്ക് വേണ്ടിയുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ ഈ നഗരത്തിലുണ്ട്. റോമ സാമ്രാജ്യവുമായി ദീർഘനാൾ നീണ്ടുനിന്ന ചേരിപ്പോരിനൊടുവിൽ BC 146 ലൂസിയൂസ് മമ്മിയൂസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈനികർ കൊറിന്തോസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. തങ്ങളോട് ചെറുത്തു നിൽക്കുന്ന നഗരങ്ങളെയെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തി നിലം പരിശാക്കുന്ന അതേ രീതി തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെട്ടു. കൊറിന്തോസിലെ പുരുഷന്മാർ എല്ലാവരും കൊല ചെയ്യപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. ദീർഘനാൾ ഈ നഗരം വിജനമായി തുടർന്നു. BC 44 ജൂലിയസ് സീസർ ഈ നഗരത്തിന്റെ വികസന സാധ്യതകൾ തിരിച്ചറിയുകയും ജൂലിയസിന്റെ കോളനിയായ കൊറിന്തോസ് എന്ന നാമം നൽകി ഒരു കോളനിയാക്കുകയും ചെയ്തു. എന്നാൽ അധികം താമസിയാതെ സീസർ റോമൻ സെനറ്റിൽ വെച്ച് ബ്രൂട്ടസിന്റെയും കാഷ്യസിന്റെയും നേതൃത്വത്തിൽ കൊല ചെയ്യപ്പെട്ടത് ഈ നാടിന്റെ വികസനത്തിന് ചെറിയ മങ്ങലേൽപ്പിച്ചുവെങ്കിലും റോമിൽ നിന്നും മറ്റ് ദേശങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം തുടർന്നുകൊണ്ടിരുന്നു. ഇപ്രകാരം ഗ്രീക്കുകാരും റോമക്കാരും യഹൂദരും ക്രൈസ്തവരും സമുദ്രസഞ്ചാരികളും തൊഴിലാളികളും കച്ചവടക്കാരും സൈനികരും ലോകത്തിലെ മിക്ക ജനവിഭാഗങ്ങളും ഒന്നുചേരുന്ന നഗരമായി വീണ്ടും കൊറിന്തോസ് കുതിപ്പ് തുടങ്ങി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ പൗലോസ് കൊറിന്തോസ് എന്ന നഗരത്തിൽ യേശുവിന്റെ സന്ദേശവുമായി എത്തുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-12 വായിക്കുന്നതനുസരിച്ച് AD 49 51 ഇടയിലായിരിക്കണം വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെത്തുന്നത്. കാരണം ഈ കാലഘട്ടത്തിലാണ് സെനക്കയുടെ സഹോദരനായ ഗാലിയോ പ്രൊക്കോൺസുലായി കൊറിന്തോസിൽ സേവനം ചെയ്യുന്ന കാര്യം സമാന്തരമായ ഗ്രീക്ക് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നത്. വിശുദ്ധ പൗലോസ് കൂടാരപ്പണിക്കാരനായിരുന്നതിനാൽ യഹൂദ ദമ്പതികളായ അക്വീല പ്രഷീല എന്നിവരെയാണ് അദ്ദേഹം ആദ്യം അവിടെ പരിചയപ്പെടുന്നത്. കൂടാരപ്പണിക്കാരായ അവരും അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തികളിൽ തുടർന്ന് സഹകാരികളായി.
ഈശോ മിശിഹായോടൊപ്പം ശുശ്രൂഷ ചെയ്തവരോടൊപ്പം തിരുസഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ചരിത്രം പുനരാരംഭിക്കുന്നത് ഇവിടെയാണ്. പൗലോസും കൂടെയുള്ളവരും അന്ന് തുടങ്ങിവെച്ച തൊഴിൽ ചെയ്തുകൊണ്ട് വചനം പ്രസംഗിക്കുകയും പ്രതിഫലമില്ലാതെ പ്രേക്ഷിത പ്രവൃത്തി വോളണ്ടറി സർവീസായി എടുക്കുകയും ചെയ്യുന്ന രീതി സഭയിൽ ഇന്നും തുടരുന്നത് കാണാം. 18 മാസത്തോളമാണ് പൗലോസ് ലീഹ കൊറിന്തോസിൽ താമസിച്ചത്. ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സിനഗോഗിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18:6 വിവരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തെ അവർ തിരസ്കരിക്കുകയും വിജാതീയരുടെ ശുശ്രൂഷയ്ക്കായി താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നെന്ന വസ്തുത വെളിപാടായി അദ്ദേഹം അതിനെ സ്വീകരിക്കുകയും ചെയ്തു. ഈ സിനഗോഗിന്റെ അവശിഷ്ടങ്ങളും സമീപത്തു നിന്ന് ഹെബ്രായരുടെ സിനഗോഗ് എന്ന് രേഖപ്പെടുത്തിയ ഒരു ശിലാഫലകവും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കൊറിന്തോസിലെ സഭ പല തട്ടുകളിൽപ്പെട്ട വിശ്വാസികൾ അടങ്ങിയതായിരുന്നു. യഹൂദരും വിജാതീയരും സമ്പന്നരും ദരിദ്രരും ഇതിലുണ്ടായിരുന്നു. സഭയിൽ ഭിന്നതകൾ ഉടലെടുത്തതായി പൗലോസ് ലീഹ മനസ്സിലാക്കുകയും ഐക്യത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തത് ഈ പശ്ചാത്തലത്തിലായിരുന്നു. അന്ന് ക്രൈസ്തവർ ഒന്നു ചേർന്നിരുന്ന ഭവനങ്ങളിൽ ചിലത് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ വലിപ്പ വ്യത്യാസങ്ങളും പ്രദേശ വ്യത്യാസങ്ങളും വിശ്വാസികളുടെ സാമ്പത്തിക സ്ഥിതികളും ജീവിതാവസ്ഥകളും വ്യക്തമാക്കുന്നതാണ്. ലേഖനങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്ന വേർതിരിവുകളുടെ സൂചനകളിലേക്ക് ഈ കണ്ടെത്തലുകൾ വെളിച്ചം വീശുന്നുമുണ്ട്. തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ച് നൽകിയ 2 ലേഖനങ്ങളാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ 2-ൽ കൂടുതൽ ലേഖനങ്ങൾ അദ്ദേഹം കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയിരിക്കാം എന്നുള്ളതിൻ്റെ സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അദ്ദേഹം കൊറിന്തോസിലെ സഭാ സമൂഹത്തിന് എഴുതിയ 2 ലേഖനങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ട്. 1 കൊറിന്തോസ് 5:9 മുൻപ് ഒരു കത്തെഴുതിയതായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ കത്തിന് ശേഷമായിരിക്കണം നമുക്ക് ഇപ്പോൾ ലഭ്യമായ കൊറിന്തോസിലെ സഭയ്ക്കുള്ള 1-ാം ലേഖനം എഴുതിയിരിക്കുന്നത്. അതുപോലെ 2 കൊറിന്തോസ് 2:4 7-ാം അധ്യായം 8-9 സൂചിപ്പിക്കുന്നതനുസരിച്ച് കണ്ണീരോടും ഹൃദയവ്യഥയോടും കൂടി എഴുതിയതെന്ന് പറയുന്ന ഒരു ലേഖനത്തിന്റെ കയ്യെഴുത്ത് പ്രതിയും നമുക്കിതുവരെയും ലഭ്യമായിട്ടില്ല. വിശുദ്ധ പൗലോസ് ലീഹായും കൊറിന്തോസിലെ സഭാ സമൂഹവും തമ്മിലുള്ള ബന്ധം സമകാലിക സഭാജീവിതത്തിലും പ്രാധാന്യമുള്ളതാണ്. തിരുസഭ ശക്തമായ മുന്നേറ്റം നടത്തുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് എന്നുള്ള സന്ദേശം ഇന്ന് പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഭരണാധികാരത്തിന്റെ തണലിലല്ല, ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വേരുപാകിയ അനേകരുടെ സമർപ്പണ ഫലമായിട്ടാണ് തിരുസഭ വളർന്നതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. സമർപ്പിതരും ശുശ്രൂഷകരും സേവകരും വിശ്വാസികളും തമ്മിലുള്ള ആഴമേറിയ ഐക്യം ഈ ലേഖനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനത്തിന്റെ ശുശ്രൂഷയ്ക്കായി അവിടെ എത്തിയ അപ്പോളോസും പൗലോസും തമ്മിലും സഭാ സമൂഹങ്ങൾ തമ്മിലും വിശ്വാസികൾ തമ്മിലും ഐക്യവും സ്നേഹവും രൂപപ്പെടുത്തപ്പെടേണ്ടതുണ്ട് എന്ന് ഈ ലേഖനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ കൂടെ സേവനത്തിന് നിയുക്തരായ അക്വീല പ്രഷീല ദമ്പതികളെയും തീത്തൂസിനെയും അനുസ്മരിക്കുന്നതിൽ പൗലോസ് ലീഹ വിമുഖത കാണിക്കുന്നില്ല. സഭയുടെ ശുശ്രൂഷ ഏവരുടെയും ശുശ്രൂഷയാണ്. തൊഴിലാളികളെന്നോ സേവകരെന്നോ ഭേദം കൽപ്പിക്കാതെ സമർപ്പിതരും വൈദികരും അൽമായരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ സഭ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സഭയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ യേശു ക്രിസ്തുവിനെ മുൻനിർത്തി അവയ്ക്കുള്ള ഉത്തരം കണ്ടെത്താൻ കെൽപ്പുള്ള മുതിർന്നവരുടെ നിര എല്ലാ കാലത്തും സഭ ആവശ്യപ്പെടുന്നുണ്ട്. നിസ്വാർത്ഥരായ യേശുവിശ്വാസികളാണ് സഭയെ ശക്തമാക്കി നിലനിർത്തുന്നത്.